പ്രകൃതിയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷേ എന്നാൽ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ? എത്രയോ മനോഹരമായ ചെറിയ ചെറിയ സ്ഥലങ്ങൾ, അറിയപ്പെടാതെ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ നെല്ലാർച്ചാലിൽ ഒരു മനോഹരമായ സ്ഥലമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെ കാരാപ്പോയ ഡാമിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരാം കേട്ടോ. ഓക്കെ. പ്രകൃതിയെ സുന്ദരമാക്കുന്ന ഗ്രാമമല്ലേ? വേറൊന്നുമല്ല, നമ്മളെ കാരാപ്പോയ ഡാമിൻ്റെ ഒരു ഭാഗമായിട്ട് വരും കേട്ടോ. കാണാൻ ഒരുപാട് നല്ല കാഴ്ച തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കാണാറുണ്ട്. പിന്നെ മീനെ പിടിക്കാറുണ്ട്, മീനിനെ ചുട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, വൈകുന്നേര ടൈമിൽ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല കാറ്റ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ കണ്ടിരിക്കാനും എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കാനും രസകരമായൊരു സ്ഥലം. അപ്പോൾ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ആ മനോഹരമായ ഒരു ഡാമിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ നെല്ലാർച്ചാലിൽ സ്ഥിതി ചെയ്യുന്നത്. നെല്ലാർച്ചാലിൽ നമുക്ക് വരുന്നത് അമ്പലവയലിൽ നിന്ന് വരുന്നെങ്കിൽ മഞ്ഞപ്പാറ വഴി നെല്ലാർച്ചാലിലേക്ക് വരാം. പിന്നെ മേപ്പാടിയിൽ നിന്ന് അധികം ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും അതിലും വരാൻ പറ്റും. എന്തായാലും നെല്ലാർച്ചാലിലെത്തിയ ഈ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടിരിക്കാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. പിന്നെ മീനൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നെല്ലാർച്ചാൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരുവിധ ആളുകൾക്ക് ഈ സ്ഥലങ്ങൾ അറിയാം. പിന്നെ കൂടുതൽ നമ്മളെന്താ പറയുക, ചെറിയ ചെറിയ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, പ്ലേസുകൾ ഉണ്ടാവും. ഇതൊന്നും നമ്മൾ കാണാതായി പോകരുത് എന്ന് കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മളെ അടുത്തിരിക്കുന്ന ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. പിന്നെ ഇതേപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളായിട്ട് എന്ത് ചെയ്യും, ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരും. സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ റനീഷ് വയനാട് എന്ന ഫേസ്ബുക്ക് പേജ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം.